ഓക്കെ, ഡേ സെക്കൻഡ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് യോഗശുദ്ധി പ്രോഗ്രാം. അപ്പോൾ ഇന്നലെ നോക്കിയതിൻ്റെ പേരെന്തോന്ന്? ഇന്നത്തെ ഡേറ്റിൻ്റെ പേര് ഹെഡിങ് എന്തായിരുന്നു? അത് പിരിവ്. ഹെഡിങ് മലശുദ്ധി. അതിൽ ആണവ കർമ്മ മായ എന്നുള്ള ടോപ്പിക്ക് നമ്മളൊന്ന് നോക്കി. ഇപ്പം എന്ന് വെച്ചാൽ ദേഹശുദ്ധി വേണമല്ലോ. ദേഹശുദ്ധി വേണം. ഇപ്പം ദേഹശുദ്ധി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് ദിവസം കാലത്ത് കുളിക്കുന്നു അല്ലേ? കുളിക്കുന്നു, അത് ഒരു ദേഹശുദ്ധി പ്രോഗ്രാം തന്നെ. പക്ഷെ കുളിക്കാനും അതിലൊരു റൂളുണ്ട്. അത് ഒരു കുളിക്കാനൊരു റൂൾ എന്തെന്ന് വെച്ചാൽ, എനിക്ക് ഒന്ന് വിടിയകാലം ഇത് കുളിച്ചാൽ വന്ന് അത് ദേവന്മാരുടെ കുളിയൽ എന്തോന്ന്, വിടിയകാലം 4 മണിക്കൊക്കെ കുളിച്ചാൽ ദേവകുളിയൽ. ഇപ്പം നിങ്ങൾ 4 മണിക്കല്ലേ കുളിക്കുന്നത്? പൂജയ്ക്ക് വേണ്ടി കുളിക്കുന്നത് അല്ലേ? 4 മണിക്ക് അത് ദേവകുളിയൽ. 5 മണി. ഇപ്പോൾ ഒന്ന് 6:30 മുമ്പ്, ഒരു 6 to 6:30 മുമ്പ് കുളിച്ചാൽ അതിൻ്റെ പേര് മനുഷ്യ കുളിയൽ. 6 സൂര്യ വന്ന ശേഷം കുളിച്ചാൽ അതിൻ്റെ പേര് അസുര കുളിയൽ. എന്തോന്നു? അസുര കുളിയൽ. സൂര്യൻ വന്ന ശേഷം ഉറങ്ങാൻ പാടില്ല. അതേമാതിരി കുളിക്കുക, അതിൻ്റെ ശേഷം കുളിക്കാൻ അസുര കുളിയൽ. അസുരൻ, ദേവൻ, മനുഷ്യൻ. അസുരൻ എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ ഒരു ക്ലാസിഫിക്കേഷൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹ്യൂമൻ ഈസ് നോർമൽ, ദേവരുകൾ എന്ന് വെച്ചാൽ അബ്നോർമൽ. എന്തോന്ന്? ദേവൻ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ, അസുരൻ എന്ന് വെച്ചാൽ സബ് നോർമൽ. എന്തോന്ന്? അത്രയേ ഉള്ളൂ. നമ്മൾ ഇതേ വന്ന് ദേവരുകൾ ഓക്കെ, അവിടെ ഇന്ദ്രൻ, അവിടെ കഴിയും. അസുരൻ വെച്ചാൽ അസുരന്മാർ. അങ്ങനെ നോർമൽ, ഹ്യൂമൻ ഈസ് നോർമൽ. ദേവരുകൾ വെച്ചാൽ അബ്നോർമൽ, അത് എബോവ് ഹ്യൂമൻ ലെവൽ. സബ് നോർമൽ, ബിലോ ഹ്യൂമൻ ലെവൽ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. കുളിയൽ. അപ്പോൾ കുളിക്കും മുമ്പേ മന്ത്രങ്ങൾ പറയണം. ഇപ്പോൾ ആറ്റിൽ കുളത്തിൽ കുളിക്കുകയാണ്, ഇടുപ്പളവ് വെള്ളത്തിൽ നിന്നിട്ട് സൂര്യൻ്റെ മന്ത്രങ്ങൾ പറയണം. അറിയാമല്ലോ നിങ്ങൾ? വെള്ളത്തെ ഇതാ നോക്കി, ഇങ്ങനെ വെള്ളത്തെ കോരി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിട്ടിട്ട് സൂര്യൻ്റെ മന്ത്രങ്ങൾ പറയണം. ആറ്റിൽ കുളത്തിൽ ഇടുപ്പളവ് വെള്ളത്തിൽ നിന്നിട്ട് പറയണം. അതുപോലെ അതിൻ്റെ ശേഷം വെള്ളത്തെ എടുത്ത് ഇങ്ങനെ കുറച്ച് വായിൽ വെച്ച് കൊപ്പിളിച്ച ശേഷം തന്നെ കുളിക്കണം. അപ്പോൾ ഇത് നോക്കുന്നവർക്ക് എന്താടാ ഇത് കുളിക്കും മുമ്പ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മറ്റേ റിലീജിയസ്കാർ അവരൊക്കെ അൺസയൻറ്റിഫിക് റിലീജിയൻ. ഹിന്ദുയിസം ഇല്ലാതെ ഇതിനൊക്കെ അൺസയൻറ്റിഫിക് റിലീജിയൻ. അവർ വിചാരിക്കും ഇതൊന്ന് എന്തോ ഇത്. ആക്ച്വലി ഇതാണ് സയൻസ്. നിങ്ങൾ ഇപ്പോൾ കുളിക്കുന്നത്, ഇപ്പോൾ ഞാനൊക്കെ 3 ദിവസം 5 ദിവസത്തിനൊക്കെ ഇടം മാറിയല്ലേ പോയി കുളിക്കുന്നത്. അപ്പം വെള്ളം മാറുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ കുളിക്കുന്ന ഒരു സ്ഥലത്ത് മെട്രാസ്, അവിടെ ചിദംബരം, തിരുവണ്ണാമല, ഇങ്ങനെ കേരളത്തൊക്കെ വരുമ്പോൾ വെള്ളം മാറുന്നുണ്ടല്ലോ. അപ്പോൾ 3 ദിവസത്തേക്ക് വെള്ളം മാറുമ്പോൾ വെള്ളം മാറി കുളിക്കുമ്പോൾ ദേഹം അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്തോന്ന്? അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിലാണ് ജലദോഷം വരുന്നത്. പക്ഷേ നിങ്ങൾ ഏത് വെള്ളത്തിൽ കുളിക്കും മുമ്പ് ഇങ്ങനെ ഉള്ളം കയ്യിൽ ആ വെള്ളം ടച്ചായി മന്ത്രങ്ങൾ പറഞ്ഞിട്ട് വായിലും വെച്ച് കൊപ്പിളിച്ചാൽ ആ വെള്ളം നിങ്ങൾക്ക് ട്യൂണാവും. അപ്പോൾ വേറെ വെള്ളം ഇതിൽ കുളിച്ചാലും ജലദോഷം ഉണ്ടാവില്ല. ഇതാണ് സയൻസ് ബിഹൈൻഡ് കുളിക്കുന്നതിലുള്ള മന്ത്രങ്ങളും ഇത് കൊപ്പിളിക്കുന്നതിൻ്റെ സീക്രട്സ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ കുളിക്കുന്ന ഒരിത്. അതേമാതിരി ദേഹശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഡീടാക്സ്, ഫിസിക്കൽ ബോഡി ഡീടാക്സ്. ദേഹം എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ ബോഡിയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ ബോഡിയിലുള്ള ഡീടാക്സ്. എന്തോന്ന്? ഫിസിക്കൽ ബോഡിയിലുള്ള ഡീടാക്സ്. അപ്പോൾ ഈ ഡീടാക്സ് ചെയ്യാനാണ് യോഗയിൽ സത്ക്രിയ എന്നുണ്ട്. അറിയാമോ? സത്ക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ത്രാതകം. സത്ക്രിയ ഈസ് പാർട്ട് ഓഫ് ഹഠയോഗ. എന്തോന്ന്? സത്ക്രിയ ഈസ് പാർട്ട് ഓഫ് ഹഠയോഗ. ഹഠയോഗയിലാവുന്ന ത്രാതകം, ഡിഫറെൻറ്റ് ടൈപ്പ് ത്രാതകം ചെയ്യുന്നത്. അടുത്തത് ഒന്ന് നേസൽ ക്ലൻസിങ്, അടുത്തത് ദൗതി,
കാതിനെ ക്ലിയർ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ നവദ്വാരങ്ങളെ ക്ലീൻ ചെയ്യണം ഉള്ള ഇതാണ്. അപ്പോൾ ആൾക്ക് മലം ചോറും 9 വായിൽക്കുടിലൈ മാണിക്യവാസ ഏർപ്പെടുകയാണ്. മനുഷ്യൻ്റെ നവദ്വാരങ്ങൾ ആൾക്ക് നിങ്ങൾ കണ്ണിലും കൂടെ നോക്കിയാൽ ആൾക്ക് കാലത്തെടിച്ച് അപ്പോൾ ഇങ്ങനെ തുറയ്ക്കുന്നുണ്ടല്ലോ. മൂക്കിൽ ചളി ഡസ്റ്റ് ചെയ്ത്, കാതിൽ ആൾക്കെടുക്കുന്നുണ്ട്, നാക്കിൽ ഡെപ്പോസിറ്റ് ആവുന്നുണ്ട് ആൾക്ക്, അതിന് ടങ് ക്ലീനർ വെച്ച് ഇത് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ കപാലം എന്ന് പറഞ്ഞാൽ എന്തോന്ന്, സ്കൾ. അപ്പോൾ അത് ഈ സ്കള്ളിനും ഇതിനും ഇടയ്ക്ക് എന്തോന്ന് വരുന്നു, സ്കളിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലെയറുണ്ട്. അതിൽ വന്ന് ഇത് ചളി കെട്ടുമ്പോഴാണ് മെനിഞ്ചിറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനാണ് എന്തോന്ന് കപാലപാതി എന്ന് പറഞ്ഞാൽ നിറയെ പേര് വിചാരിക്കുന്നത് എന്തറിയാമോ, അതൊരു ഒരു പ്രാണായാമ പ്രോസസ്സ്. അതൊരു പ്രാണായാമം തന്നെ. പക്ഷേ അതിൻ്റെ പർപ്പസ് എന്താണെന്നറിയാമോ? പർപ്പസ് എന്ന് ടു ക്ലൻസ് ദി സ്കൾ. എന്തോന്ന്, സ്കള്ളിനും ബ്രെയിനിനും ഇടയിൽ വരുന്ന ഈ ചളി കെട്ട മാറ്റുന്ന ഒരു ഇതാണ് എന്തോന്ന്, കപാലപാതി. ഇതേമാതിരി ലങ്സിനും റിബിനും ഇടയ്ക്ക് ഒരു ഫ്ലൂയിഡ് വന്ന് അക്യുമുലേറ്റ് ആകുന്ന ക്ലിയറേയും കപാലപാതി ആക്ടിവേറ്റ് ചെയ്യും. സോ കപാലപാതി പ്രാണായാമമായിരുന്നാലും അതിൻ്റെ ഫസ്റ്റ് വർക്ക് വന്ന് ടു ക്ലെൻസ് ദി സ്കൾ. അതുകൊണ്ടാണ് അത് സത്ക്രിയയിൽ വരുന്നതാണ്. ഈ പ്രാണായാമം ഇത് സത്ക്രിയയിൽ വരുന്നതാണ്. എന്താണ് നേസൽ ക്ലൻസിങ്, ലങ് ക്ലൻസ്, സത്ക്രിയ എന്ന് പറയുന്നത്. അത് ആക്ച്വലി സത്ക്രിയ എന്ന് പറഞ്ഞാൽ ഹഠയോഗത്തിൽ ഉള്ളതാണ്. ഹഠയോഗത്തിലുള്ള സത്ക്രിയയാണ് അവർ രാജയോഗ സെൻറ്ററുകളിലും പറയുന്ന ടീച്ചേഴ്സ് മുതൽ അറിഞ്ഞൂടാ ഇത് വേറെ സിലബസ് എന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അത് ക്ലെൻസിങ് പ്രോസസ്സ്. അതിൻ്റെ ഇടയിൽ ഒന്ന് ഈ കപാലപാതി ചെയ്യുന്നത് കൊണ്ട് ബവൽ മൂവ്മെൻറ്റും നടക്കും. അപ്പോൾ ഈ ക്ലെൻസിങ്, ഫിസിക്കൽ ബോഡി ക്ലെൻസിങ്ങിൽ നിങ്ങൾ എക്സ്റ്റേണലാக ക്ലെൻസ് ചെയ്തു, ശരി. ഇൻറ്റേർണലായുള്ള ക്ലെൻസിങ്, അത് യൂറിൻ നേരെ പോകണം. അടുത്ത അതേമാതിരി മറ്റേ മോഷൻ ശരിക്കും പോകണം. അപ്പോൾ ഇത് ശരിയാக പോകണമെങ്കിൽ എന്തെന്ന് വേണം, നിങ്ങൾക്ക് അപാനം നല്ല വർക്കിങ്ങിലിരിക്കണം, അപാനം. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, നിങ്ങൾ വന്ന് ഡീടാക്സ് ചെയ്യണം. ശരി. നിങ്ങൾ എത്ര തന്നെ ഡീടാക്സ് ചെയ്താലും സ്കിന്നിൽ വന്ന് ടാക്സിൻ വന്ന് അക്യുമുലേറ്റ് ആകും. കാരണം വെച്ചാൽ നിങ്ങൾ പുറത്ത് കാപ്പി കുടിക്കുന്നുണ്ടല്ലോ, ചായ കുടിക്കുന്നുണ്ട്, ഹോട്ടലിൽ നിന്ന് വട തിന്നുന്നു, ഇതിലൊക്കെ ടാക്സിനുണ്ട്, അറിയാമല്ലോ. ഹോട്ടലിലുള്ള എണ്ണ കാലത്തിട്ട എണ്ണ 3 ദിവസം അവർ യൂസ് ചെയ്യും. അപ്പോൾ അത് ടാക്സിൻ ആകുന്നുണ്ട്. അത് വന്ന് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പോയാൽ ഡീടാക്സ് ചെയ്യുന്ന ഇതൊക്കെ വന്ന് സ്കിന്നിലാണ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ബ്ലഡ് ഇതേമാതിരിയുള്ള ടാക്സിനെ കൊണ്ട് സ്കിന്നിൽ വയ്ക്കുന്ന എന്തിനും, അത് സ്വെറ്റിങ്, നിങ്ങൾ വെയിലിൽ നടക്കുമ്പോൾ സ്വെറ്റിങ് ആകുമ്പം പുറത്ത് പോകും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അത് പുറത്ത് പോയിക്കൊള്ളും. അത് പോയില്ലെങ്കിൽ അത് ക്ലെൻസ് ചെയ്യാണ് ഡീടാക്സ് ചെയ്യാണ് നിങ്ങൾ എന്തോന്നെന്ന് വെച്ചാൽ ഈ നല്ലെണ്ണ കാല് വേപ്പെണ്ണ, അടുത്ത അതിൽ ജീരകം, അടുത്ത കുരുമുളകിട്ട് കാച്ചി തേക്കണം. കാച്ചി തേക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ക്രിയാ ബാബാജി ഈ ഡീടാക്സും കായകൽപ്പ മെഡിസിനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കായകൽപ്പ മെഡിസിന് പാർട്ട് ഓഫ് യോഗയാണ്. നിറയെ പേർക്ക് അറിഞ്ഞൂടാ. കായകൽപ്പ യോഗയുടെ ഒരു പാർട്ടാണ് കായകൽപ്പ മെഡിസിൻസ്. സിദ്ധന്മാർ 108 മെഡിസിൻസ് വരെ പറയുന്നുണ്ട്. അപ്പോൾ എനിവേ ഇന്നത്തെ ഡേ 2ൽ ഈ യോഗ ശുദ്ധി യോഗ സിദ്ധി പ്രോഗ്രാമായിട്ടുള്ളത് ദേഹശുദ്ധി എന്നുള്ള ഹെഡിങ്ങിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആസ് യൂസ്വൽ ചെയ്യുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ